സങ്കീർത്തനം 71:19. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? സങ്കീർത്തനക്കാരൻ സർവശക്തനായ ദൈവത്തിൻ്റെ നിസ്തുല്യമായ നീതിയെയും മഹത്വത്തെയും ശ്രേഷ്ഠതയെയും ഒക്കെ ഈ വാക്യത്തിൽ കൂടി വിളിച്ചു പറയുന്നു. വചനത്തിലുടനീളം മഹാദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചെങ്കടലിനെ തൻ്റെ ജനത്തിനു വേണ്ടി രണ്ടായി വിഭാഗിച്ചു. അതിനെ ഉണങ്ങിയ നിലമാക്കി ഇസ്രായേൽ ജനം അതിൻ്റെ മധ്യത്തിൽ കൂടി അപ്പുറം കടക്കുവാനിടയായി തീർന്നു. മരുഭൂമിയിൽ അവർക്കായി മന്ന പൊഴിച്ചു കൊടുത്തു. ബാലനായിരുന്ന ദാവീദിനെ കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ വകവരുത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഏലിയാവിൻ്റെ മുഖത്തെ മാനിക്കുവാനായി പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങുവാനിടയായി മഴ നിൽക്കുവാനും പിന്നീട് മഴ പെയ്യുവാനും ഇടയായി. ഇങ്ങനെ വചനത്തിൽ ഉടനീളം ദൈവപ്രവൃത്തി, ദൈവം ചെയ്ത മഹാകാര്യങ്ങൾ നമുക്ക് കാണുവാനിടയാകുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അവർണ്ണനീയങ്ങളാണ്. ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും ശക്തനും ചെയ്യുവാൻ ഒരിക്കലും സാധിക്കാത്തവയാണ് ദൈവം ചെയ്തത്. വെള്ളം മേൽത്തരമായി വീഞ്ഞാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടർക്ക് കാഴ്ച നൽകി. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അത്യത്ഭുതങ്ങളായിരുന്നു. ഈ ദൈവത്തോട് തുല്യം പറയുവാൻ ആരെങ്കിലും വേറെ ഉണ്ടോ? ഇല്ല. ഈ ദൈവത്താലാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിലൂടെയാണ് നമുക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവത്തോട് തുല്യം ചൊല്ലുവാൻ മറ്റൊരു ദൈവവുമില്ല. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യനായ ദൈവമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രശ്നത്തെക്കാളും വലിയവനാണ് ഈ ദൈവം. സങ്കീർത്തനം 126:2 യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. തൻ്റെ ജനത്തെ പ്രവാസത്തിൽ നിന്ന് ദൈവം മടക്കി കൊണ്ടുവന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1 ശമൂവേൽ 12:24 യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടി സേവിക്കുക മാത്രം ചെയ്യുവിൻ, അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നു. ലൂക്കോസ് 1:49 ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് മറിയ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഈ ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തന്നിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് നമുക്ക് നിരന്തരം ഉറക്കെ വിളിച്ചു പറയാം. ഭൂമിയിൽ എന്തൊക്കെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും സ്വർഗത്തോളം നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയോട് തുല്യം ചൊല്ലാൻ മറ്റാരുമില്ലാത്തതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.